വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ കറിയാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കിലോ മട്ടൺ, 4 സവാള, 15 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 10 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മട്ടൺ മഞ്ഞൾപ്പൊടിയിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. സവാളയും ഉള്ളിയും അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സവാളയും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞെടുത്തു. വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് മിക്സിയിൽ ചതച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം. ഇതിൽ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മസാല 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. ടൊമാറ്റോയും ചേർക്കണ്ട. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഇതേപോലെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. മൂന്നോ 4 സ്പൂൺ എണ്ണ ഒഴിക്കാം. വറ്റൽ മുളക് ഇടാം. എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഇപ്പോൾ ഉള്ളി ഗോൾഡൻ കളറായി. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇടാം. കടുക് ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗോൾഡൻ കളറാകുമ്പോൾ സവാള ചേർക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗോൾഡൻ കളറായി. ഇനി ഇതിലോട്ട് സവാളയും ഉള്ളിയും ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പിടാം. ബാക്കി മട്ടൺ ഇടുമ്പോൾ ചേർക്കാം. സവാളയിൽ ഉപ്പിട്ട് വഴറ്റിയാൽ എളുപ്പം വഴറ്റി കിട്ടും. ഇപ്പോൾ സവാള ഗോൾഡൻ കളറായി തുടങ്ങി. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഇനി എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ ഇളക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചച്ചുവ മാറി. ഇനി ഇതിലോട്ട് മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടണിൽ നിന്നും വെള്ളം ഊറി വരും. അതുവരെ ഇളക്കാം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഇനി ബാക്കി ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പും എരിവും വെളിച്ചെണ്ണയും നിങ്ങളുടെ ആവശ്യത്തിനനുസരണം ചേർക്കാം. ഇനി മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതിൽ നിന്നും വെള്ളം ഊറി വന്നു. ഇനി കുറച്ചുകൂടി അടച്ചു വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു.
1 ഗ്ലാസ് കൂടി ഒഴിക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഇതിൽ ഞാൻ ഇപ്പോൾ ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിൽ വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടിയോടെ ചേർക്കാം. ഇത് നല്ലതുപോലെ വേവുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ മട്ടൺ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മട്ടൺ കറി റെഡിയായി. ഇത്രയും കുറുകിയിരിക്കണമെങ്കിൽ ഞാൻ ഒഴിച്ച അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ ചാറ് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. മട്ടൻ്റെ വേവിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. നന്ദി, നമസ്കാരം.